ഞാൻ ഏത് സെഷന് പോയാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിമർശനങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്, നെഗറ്റിവിറ്റീനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള എനിക്കൊന്നൊരു മിഡിൽ ക്ലാസ്സിൽ ജനിച്ചു വളർന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് ഈ വിമർശനങ്ങളൊക്കെ നേരിടാനുള്ള ട്രെയിനിങ് പണ്ടേ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ജനിച്ചു വീഴുന്ന അന്നു മുതൽ നമ്മൾ നമ്മുടെ നെഗറ്റീവ്സ് കേട്ടിട്ടാണ് നമ്മൾ വളരുന്നത്. നീ എന്താ ഇങ്ങനെ, നീ അവിടെ കണ്ടുപിടിക്കുക, ഇവിടെ കണ്ടുപിടിക്കുക. അപ്പം നെഗറ്റീവ് നേരിടാനുള്ള ട്രെയിനിങ് ക്ലാസ് എനിക്ക് ആദ്യം കിട്ടിയോണ്ട് തന്നെ ഈ വിമർശനങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് അത്ര എന്നെ പേഴ്സണലായിട്ട് അത് ബാധിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എന്താണ്, ഞാനൊരു രീതിയിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്, അതിന് പിന്നിൽ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആദ്യമൊക്കെ വിമർശനങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഒരു അറ്റാക്ക് ആകുമ്പം ഒരു സമയത്ത് നമുക്ക് വിഷമം വരും. അപ്പം ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടേക്കാണ്, ബുക്കിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട്, ഇപ്പോഴത്തെ കുട്ടികൾ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് വന്ന് ഇറക്കം കുറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടാണ് പുസ്തകം വിൽക്കണതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ലാഭമായല്ലോ, എന്നാൽ ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ സ്ലീവ്ലെസ് ഇട്ട് 500 കോപ്പി അങ്ങനെ പോയെങ്കിൽ പോട്ടെ എന്ന് ഞാനും വിചാരിച്ചേനെ. പക്ഷെ എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, കാരണം ഞാൻ അങ്ങനെ ഡ്രസ്സ് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ വരെ ആളുകൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്ര പോലും വിൽക്കപ്പെടാൻ യോഗ്യതയില്ലാത്തൊരു സാധനമാണിത്, എന്നിട്ടും ആളുകൾ ഇതിനെ ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം തല്ലുകൂടിയിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് 1+1 = 3 എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ ബ്രോ പറയാം, 3+3 = 10. ഞാൻ പറഞ്ഞു ശരിയായിട്ടോ, ഒരു പ്രശ്നവുമില്ല, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് വിടുന്ന ഒരാളാണ് ഞാൻ. വർക്ക് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. ഓക്കെ, ഞാൻ പഠിച്ചത് ജേർണലിസ്റ്റ് ആണ്. ഞാൻ ഈ എഴുത്തിലോട്ട് കടക്കുന്നതിന് മുൻപ് 6 വർഷം ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം പഴയ ജനറേഷനിൽ നിന്ന് ഇപ്പോഴത്തെ ജനറേഷന് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയേൻ്റെ ഒരു കടന്നുകയറ്റം തന്നെയാണ്. ഇപ്പം എന്തിനാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങളുടെ ബുക്കുകൾ പോയിട്ട് സെല്ല് ചെയ്യുന്നത്, എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മിയും കല്ലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ അരച്ചാലും അലക്കിയാലും പോരെ, എന്തിനാണ് നിങ്ങൾ ഈ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ മുന്നിൽ അത്ര വിശാലമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങളതിനെ യൂസ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ്. പണ്ട് സിനിമകൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് പോസ്റ്റർ ഒട്ടിച്ചിട്ടും കാര്യങ്ങളൊക്കെ. ഇന്ന് സിനിമകൾ വിജയിക്കുമോ അല്ലയോ എന്ന് തന്നെ തീരുമാനിക്കുന്ന ഒരു വലിയൊരു പങ്ക് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. അപ്പം എല്ലാ രീതിയിലും ആ ഒരു മാറ്റം പ്രകടമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആ രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയിട്ട് ഒരു ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനതൊരിക്കലും കോൺഷ്യസ് ആയിട്ട് എടുത്തുള്ള ഒരു തീരുമാനമായിരുന്നില്ല. കാരണം ഇപ്പോൾ അഖിൽ പറഞ്ഞ പോലെ എൻ്റെ ബുക്ക് ഞാൻ ഇതുപോലെ കടകളിലെല്ലാം പോയിട്ട് വിറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും റിജക്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി റീലിട്ടിട്ട് പുസ്തകം ഹിറ്റാക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നത്. ആ സമയത്ത് ഒരു ഓർഡർ വരുമ്പോൾ പോലും നമുക്ക് അത്ര സന്തോഷമാണ്, ഒരാളെങ്കിലും നമ്മുടെ ബുക്ക് വായിക്കാൻ ഇരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ നെഗറ്റീവ്സിന് ഒരു രീതിയിലും ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എടുക്കുന്നില്ല. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രോത്തിനെ കംപ്ലീറ്റ് അത് മാറ്റും എന്നുള്ളതാണ്. അതുപോലെ വേറൊരാളുടെ ഗ്രോത്ത് നോക്കി നമ്മുടെ ഗ്രോത്ത് താരതമ്യം ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ജേർണിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഇനി ഞാനൊരു ബുക്ക് ഇറക്കിയാലും ഇതേപോലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും, ഇതുപോലെ ഏത് നിമിഷവും ആക്രമിക്കപ്പെടും എന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ വിശ്വസിക്കുന്ന ഒരു വായനക്കാരുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ ഞാൻ എഴുതുന്നുണ്ട്. അപ്പം എനിക്ക് വായനക്കാരുള്ളിടത്തോളം കാലം ഞാൻ എഴുതിക്കൊണ്ടിരിക്കും തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു.